ഉന്നം പാമ്പ്ലാനി മാത്രമാണോ എന്നാണ് ചോദ്യം. നിലവിൽ ഉന്നം പാമ്പ്ലാനി മാത്രമാണ്. ചരിത്രത്തിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ക്രിസ്തുവിനെ ഒറ്റി ക്രിസ്തുവിനെ കുരിശിലേറ്റാൻ സഹായിച്ച യൂദാസാണ് പിന്നീട് ഉയർത്തെഴുന്നേൽക്കാനുള്ളതിൻ്റെ കാരണം എന്ന് പറഞ്ഞ് യൂദാസിന് നന്ദി പറയുന്നവരെ നിങ്ങൾക്ക് എന്താണ് വിളിക്കാൻ കഴിയുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് കുരിശിലേറ്റപ്പെട്ടതുകൊണ്ടാണെന്നും കുരിശിലേറ്റപ്പെടാനുള്ള കാരണം യൂദാസ് ഒറ്റിയതുകൊണ്ടുമാണ്. അതിനുശേഷം യൂദാസിന് നന്ദി പറയുന്ന ഒരു മാനസികാവസ്ഥ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ഇത് തിരിച്ചറിയേണ്ടതാണ്. കേരളത്തിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ രാഷ്ട്രീയ വിമർശനങ്ങളെ ഞാൻ കൗതുകത്തോടു കൂടിയാണ് കാണുന്നത്. അതിനെ ആരോഗ്യകരമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു പരിധിവരെ. എന്തുകൊണ്ടെന്നാൽ നാളിതുവരെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ക്രിസ്ത്യൻ സഭകൾ ഇടപെട്ടിരുന്ന രാഷ്ട്രീയമല്ല 2014 ശേഷം കേരളത്തിൽ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കണം. അതുവരെ എന്താണ് നമ്മുടെ മുന്നിലുണ്ടല്ലോ, 2004 പാഴായിപ്പോയൊരു പരീക്ഷണമായിരുന്നു IFDP. ആദ്യം വിജയിച്ചെങ്കിലും പിന്നീട് ഇത് പരാജയപ്പെട്ടു. ക്രിസ്ത്യൻ സഭകളെ കോൺഗ്രസിനോടൊപ്പം നിന്നിരുന്ന ക്രിസ്ത്യൻ സഭകളെ അടർത്തി മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് സംഘടിതമായ രാഷ്ട്രീയമായ രീതിയിലുള്ള ഒരു നീക്കം നടക്കുന്നത് IFDPയിലൂടെ PC തോമസിനെ NDAയിലേക്ക് എത്തിച്ചുകൊണ്ടുള്ളൊരു പരീക്ഷണമായിരുന്നു. പക്ഷേ അത് 2019 ശേഷം നിലവിലുണ്ടായിരുന്നില്ല. അതിനുശേഷം അത് PJ ജോസഫിലേക്ക് ലയിച്ചു. ഇപ്പോൾ PC തോമസ് PJ ജോസഫിൻ്റെ ഭാഗമാണ്. IFDP എന്ന് പറയുന്ന സംഘടനയില്ല. പിന്നീട് 2015 മറ്റൊരു നീക്കം നടക്കുന്നത് രാഷ്ട്രീയമായിട്ട്. നോബിൾ മാത്യു എന്ന് പറയുന്ന കേരള കോൺഗ്രസിലെ നേതാവ് വന്നിട്ട് നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് എന്ന് പറയുന്നൊരു പാർട്ടി സ്ഥാപിക്കുന്നു. പിന്നീട് ആ പാർട്ടിയും പച്ചപിടിച്ചില്ല. ആ നേതാവ് BJPയുടെ ന്യൂനപക്ഷ മോർച്ചയിലേക്ക് പോവുകയും അവിടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം ഏൽക്കുകയും ചെയ്യുന്നു. പിന്നീട് 2018 നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് പാലാ ബിഷപ്പിൻ്റെ പ്രസ്താവനയൊക്കെ വരുന്ന സാഹചര്യം അല്ലേ. നർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഒക്കെ വരുമ്പോൾ കേരളത്തിൽ കാസ എന്ന് പറയുന്ന ഒരു സംഘടന SDP-ക്ക് സമാനമായ രീതിയിലുള്ള വർഗീയ ലൈൻ സ്വീകരിച്ചുകൊണ്ട് ഉയർന്നു വരുന്നതാണ് കാണുന്നത്. അവിടെ മുതൽ ഇങ്ങോട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ സംഘപരിവാറിനോട് അനുകൂലമുള്ള ഒരു വലിയ സഭ രാഷ്ട്രീയം ഉരുത്തിരിയുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം? സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് പരിശോധിച്ച് നോക്കൂ. കേരളത്തിലെ ക്രിസ്തീയ സഭകളിൽ 61% ഉള്ളത് ഈ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതിൽ തന്നെ 40% വരുന്നത് ഈ സീറോ മലബാർ സഭയിൽപ്പെട്ടവരാണ്. 13% വരുന്നത് ലത്തീൻ സഭയിൽപ്പെട്ടവരാണ്. ഏകദേശം 7-8% മാത്രമാണ് മലങ്കര കത്തോലിക്ക സഭയിൽപ്പെട്ടവരുള്ളത്. ഇത് കഴിഞ്ഞാൽ പിന്നീട് ഓർത്തഡോക്സും യാക്കോബൈറ്റും മറ്റു വിഭാഗങ്ങളുമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 60% ഉള്ളവരിൽ തന്നെ 40%, മൊത്തത്തിൽ 40%-ഓളമുള്ള സീറോ മലബാർ സഭയെ എങ്ങനെയെങ്കിലും സംഘപരിവാറിൻ്റെ കൂടാരത്തിലേക്ക് കൊണ്ടുവരിക. അവർക്കാണെങ്കിൽ സാമുദായികമായി, രാഷ്ട്രീയമായിട്ടല്ല സാമുദായികമായി ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു സവർണ്ണ രാഷ്ട്രീയ പ്ലാറ്റ്ഫോം BJP ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അവരെ ആ രാഷ്ട്രീയത്തിലേക്ക് വിളക്കി ചേർക്കാൻ കഴിയുമെന്ന് BJPയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് സംഘപരിവാർ പാളയത്തിലേക്ക് ക്രിസ്ത്യൻ സഭയിൽപ്പെട്ട, കത്തോലിക്ക സഭയിൽപ്പെട്ട, സീറോ മലബാർ സഭയിൽപ്പെട്ട മെത്രാന്മാരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള BJPയുടെ കേക്ക് സന്ദർശനം നടക്കുന്നത്. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നം എന്താണ്? രണ്ട് രീതിയിലാണ്. ഒന്ന്, കേക്ക് ഒരു ഭാഗത്ത് കൊടുക്കും. പിന്നൊന്ന്, EDയുടെയും മറ്റ് ഏജൻസികളിൽ നിന്നും പണം വാങ്ങുന്നതിനെ വിമർശിച്ചുകൊണ്ടും അന്വേഷണത്തിൻ്റെ പേരിലും ആഭ്യന്തര വകുപ്പിൻ്റെ കക്ഷത്തിൽ ഇരിക്കും. അപ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ കക്ഷത്തിൽ, വലത്തെ കൈയുടെ കക്ഷത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ കക്ഷത്തിൽ ചില മെത്രാന്മാരെ വയ്ക്കും, ഇടത്തെ കൈ കൊണ്ട് കേക്കും കൊടുക്കും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇതിനെ ഭയന്നിരിക്കുന്ന മെത്രാന്മാർ മാത്രമാണ് ഇന്ന് സംഘപരിവാർ അനുകൂല രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, നേരത്തെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് ചരിത്രത്തിൽ പാമ്പ്ലാനി പിതാവൊന്നും ഒറ്റയ്ക്കൊന്നും അല്ലെന്നേ. ഒരുപാട് പേര് ചരിത്രത്തിലുണ്ട്. 1937 ജർമ്മൻ പശ്ചാത്തലത്തിൽ ഒരു പുസ്തകം എഴുതുന്നുണ്ട്. ദ ഫൗണ്ടേഷൻസ് ഓഫ് നാഷണൽ സോഷ്യലിസം എന്ന പേരിൽ ഒരു പുസ്തകം എഴുതുന്നുണ്ട്. ആ പുസ്തകം എഴുതിയ ബിഷപ്പിൻ്റെ പേര് ബിഷപ്പ് അലോയിസ് ഹൂഡൽ എന്നായിരുന്നു. എന്തായിരുന്നു അയാൾ ചെയ്തെന്നറിയാമോ? ബാക്കി എല്ലാവരും നാസി കുറ്റവാളികളെ വിചാരണ ചെയ്യണമെന്നാവശ്യപ്പെടുമ്പോൾ നാസി കുറ്റവാളികൾക്ക് അനുകൂലമായിട്ട് പ്രസ്താവനകൾ ഇറക്കുകയും ഹിറ്റ്ലറെ പ്രകീർത്തിച്ചുകൊണ്ട് പുസ്തകം എഴുതുകയും ചെയ്ത ആളുടെ പേരാണ് ബിഷപ്പ് അലോയിസ് ഹൂഡൽ. സമാനമായ രീതിയിലുള്ള പ്രസ്താവനകളാണ് ചില മെത്രാന്മാരുടെ ഭാഗത്തു നിന്ന്, ചില പിതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് വരുന്നത്. ആ അർത്ഥത്തിൽ സഭകളെ നിങ്ങൾ ഒറ്റുകൊടുക്കുകയാണ്. ഒരു കാര്യം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഏതെങ്കിലും കർഷകരുടെ നോക്കൂ, ഒരു സഭയിലെ ഒരു ബിഷപ്പിന് വലിയ താല്പര്യമെന്ന് പറയുന്നത് കർഷകർക്ക്, റബ്ബർ കർഷകർക്ക് 300 കിട്ടിയാൽ ഞങ്ങളൊരു MP-യെ കൊടുക്കുമെന്നുള്ളതാണ്. എത്ര വില കുറഞ്ഞ സാമ്പത്തിക രാഷ്ട്രീയമാണെന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ. റബ്ബറിൻ്റെ വിലയേക്കാൾ കൂടുതൽ ഉയർന്നു നിൽക്കുന്ന വിലയുണ്ട് ആ സഭയിലെ കന്യാസ്ത്രീകളുടെ വസ്ത്രത്തിന്, തിരുവസ്ത്രത്തിന്. എല്ലാ കന്യാസ്ത്രീകളും ഒരുമിച്ച് നമ്മളോട് പറയുന്നൊരു വാചകമുണ്ടല്ലോ, എല്ലാ ബിഷപ്പുമാരും ഒരുമിച്ച് നമ്മളോട് പറയുന്നൊരു വാചകമുണ്ടല്ലോ, കേരളത്തിന് പുറത്തു പോകുന്നവർ പറയുന്നൊരു കാര്യമുണ്ട്, കേസ് കൊടുക്കാൻ ഭയമാണ്. ഇത് കേരളമല്ലല്ലോ. കേസ് കൊടുക്കാൻ ഭയമാണ്. ഇത് കേരളമല്ലല്ലോ. ഇത് ബിഷപ്പ് പാമ്പ്ലാനി പിതാവ് കേൾക്കണം. കേരളത്തിന് പുറത്ത് അടികൊണ്ട പാസ്റ്റർ നമ്മളോട് പറയുന്നുണ്ട്. ഒഡീഷയിൽ അടികൊണ്ട ലിജോ പിതാവും ജോജോ പിതാവും നമ്മളോട് പറയുന്നുണ്ട്. ഭയമാണ് കേസ് കൊടുക്കാൻ പോലും. നമ്മുടെ കേരളമല്ലല്ലോ. നമ്മുടെ കേരളത്തിൽ
അഭിമാനത്തോടുകൂടി സഭാപ്രവർത്തനം നടത്താനും വിശ്വാസികളോടൊപ്പം സഞ്ചരിക്കാനുമുള്ള അവകാശമുണ്ട് പിതാക്കന്മാർക്കും കന്യാസ്ത്രീകൾക്കും. ഒരു കന്യാസ്ത്രീയെയും നമ്മളിവിടെ ആക്രമിക്കില്ല. ബസ്സിലിരിക്കുമ്പോൾ കന്യാസ്ത്രീക്ക് സീറ്റ് എഴുന്നേറ്റ് കൊടുക്കുന്ന നാടാണ് കേരളം. ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പിതാവിനെ കണ്ടാൽ ഏത് മതസമുദായത്തിൽ വിശ്വസിക്കുന്നവനാണെങ്കിലും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് തലകുനിക്കുന്ന നാടാണ് കേരളം. ഈ നാട് എങ്ങനെയായി മാറി? ഈ നാടായതിൻ്റെ കാരണം ഇന്ന് നിങ്ങൾ ആർക്ക് നന്ദി പറയുന്നു? അവർ ഈ നാട് ഭരിക്കാത്തത് കൊണ്ടും അവർ ഈ നാടിൻ്റെ സാമുദായിക ഐക്യത്തിൽ വിഷം ചേർക്കാൻ ഈ നാട് ഒരുമിച്ച് നിന്ന് എതിർത്തത് കൊണ്ടുമാണ്, അനുവദിക്കാത്തത് കൊണ്ടുമാണ്. ആ ജാഗ്രതയെ പരിഹസിക്കരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അവസരവാദി എന്ന് വിളിച്ചത് ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഉടനെ അമിത്ഷായെ പുകഴ്ത്തിയാണ് സംസാരിക്കുന്നത്. അമിത്ഷാ വിചാരിച്ചാൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുമെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഭരണഘടന അപകടത്തിലാണ് പിതാവേ. അതാണ് മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് അങ്ങ് നന്ദി പറഞ്ഞത്? ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രി ഇടപെട്ടുകൊണ്ട് ജാമ്യം കൊടുത്തു എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്നില്ലേ? ഇന്ത്യൻ ഭരണഘടന അപകടത്തിലാണ്. ആഭ്യന്തരമന്ത്രി ഇടപെട്ടാൽ ഒരാൾക്ക് ജാമ്യം കിട്ടാനും ഒരാൾക്ക് ജാമ്യം നിഷേധിക്കാനും കഴിയുമെങ്കിൽ ആ സംവിധാനത്തിൻ്റെ പേര് ജനാധിപത്യം എന്നല്ല, ആ സംവിധാനത്തിൻ്റെ പേര് ഫാസിസം എന്നാണ്. അപ്പോൾ താങ്കൾ നന്ദി പറഞ്ഞത് ഫാസിസ്റ്റായ ഒരു സംവിധാനത്തിന് വേണ്ടിയാണോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അങ്ങ് നന്ദി പറഞ്ഞിറങ്ങി തൊട്ടടുത്ത ദിവസം മറ്റൊരു വാർത്ത വന്നില്ലേ? ഒഡീഷയിൽ ബെൽസോറിലെ 2 പ്രധാനപ്പെട്ട പിതാക്കന്മാരെയാണ് ബജരംഗദൾ പ്രവർത്തകർ ആക്രമിച്ചത്. കന്യാസ്ത്രീകളെയാണ് കയ്യേറ്റം ചെയ്തത്. അവിടെ എന്താണ് അവർ ചെയ്ത കുറ്റം? മതപരിവർത്തനം ആരോപിച്ചുകൊണ്ടാണ് അവർ പോകുന്നതെന്ന് ആലോചിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട ബിഷപ്പ് പാമ്പ്ലാനി പിതാവ് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ രാജ്യത്ത് 10 സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്. ആ 10 സംസ്ഥാനങ്ങളിൽ മതപരിവർത്തനം നടപ്പിലാക്കിയ 6 സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് BJP ആണ്. 10 സംസ്ഥാനങ്ങളും ഇപ്പോൾ ഏറെക്കുറെ ഭരിക്കുന്നത് BJP ആണ്. അതിൽ മതപരിവർത്തന നിയമം കൊണ്ടുവന്ന 4 പ്രധാനപ്പെട്ട സർക്കാരുകൾ കോൺഗ്രസ് സർക്കാരിൻ്റെയും മതപരിവർത്തന നിയമം കൊണ്ടുവന്ന 6 സർക്കാരുകൾ BJP സർക്കാരിൻ്റെതുമായിരുന്നു. എന്നാൽ ഒരു കാരണവശാലും CPM ഭരിച്ച ഒരു സംസ്ഥാനത്ത് പോലും മതപരിവർത്തന നിയമം ആ അർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഗോവിന്ദച്ചാമിയോട് ഉപമിച്ച പിതാവും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാടിനെ മതസൗഹാർദ്ദമുള്ള നാടാക്കി നിലനിർത്താൻ ഇപ്പോഴും എല്ലാ സഭകളിൽപ്പെട്ട മനുഷ്യർക്കും വിശ്വാസത്തോടു കൂടി പരസ്പരം ചേർന്ന് പോകാനുള്ള ഒരു നാടാക്കി മാറ്റിയതിന് ഉത്തരവാദികൾ ഇവിടുത്തെ കോൺഗ്രസിൻ്റെതാണെങ്കിലും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതാണെങ്കിലും ഒക്കെ രാഷ്ട്രീയത്തിൻ്റെ സമവായ അവർ ഒരുമിച്ച് നിൽക്കുന്ന സന്തുലിത രാഷ്ട്രീയമാണ്. KM മാണി പോലൊരു നേതാവിൻ്റെ അഭാവമുണ്ട് എന്ന് കരുതി ഏതെങ്കിലും ഒരു പിതാവോ ഏതെങ്കിലും ഒരു സഭയോ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഒരു വേഷം അങ്ങ് ധരിച്ചേക്കാമെന്ന് കരുതിയാൽ അത് കേരളത്തിൽ വിലപ്പോവില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, എവിടെ രൂപീകരിച്ച നാഷണലിസ്റ്റ് കേരള പാർട്ടി, എവിടെ രൂപീകരിച്ച നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി? 2023 ജോണി നെല്ലൂരിനെയൊക്കെ വെച്ചുകൊണ്ടല്ലേ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി VV അഗസ്റ്റിൻ തീരുമാനിച്ചത്. ആ പാർട്ടി എവിടെ പോയി? ഏറ്റവും ഒടുവിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവ് ഉദ്ഘാടനം ചെയ്തൊരു പാർട്ടി ഉണ്ടായിരുന്നല്ലോ, ഫാർമേഴ്സ് ഫെഡറേഷൻ എന്നായിരുന്നു പേര്. എല്ലാ ക്രിസ്ത്യൻ സഭയിലെ ബെത്രാന്മാരെയും ഒരുമിച്ച് കൂട്ടി ഒരു പാർട്ടി ഉണ്ടാക്കി രാഷ്ട്രീയ വിലപേശലിലാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് അത്യന്തം അപകടകരമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പകരം ഈ നാടിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് കാരണമായ ഒരു രാഷ്ട്രീയ ചരിത്രമുണ്ട്. അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ബിഷപ്പുമാർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള പ്രതികരണം അവരുടെ ആ രീതിയിൽ വളരെ സിവിലൈസ്ഡ് ആയ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അതനുസരിച്ചുള്ള പ്രതികരണമാണ് ഉണ്ടാവുക. ജാമ്യം കൊടുത്തതിന് നന്ദി പറയുന്നവർ ആ ജാമ്യം കിട്ടാൻ ഇടയാക്കിയ അറസ്റ്റിന് കൂടി നന്ദി പറയണം എന്നാണ് ഒരു യുവജന സംഘടനാ നേതാവ് പറഞ്ഞത്. ഒരർത്ഥത്തിൽ ഇത് ശരിയുമാണ്. ആ സംഘടനാ നേതാവ് പറഞ്ഞൊരു വാചകം തന്നെയാണ് നീമുള്ളതിൻ്റെ വാചകവും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പാമ്പ്ലാനി പിതാവ് ഓർമ്മിക്കുക, ഇന്ന് നിങ്ങൾ ആരെ തള്ളി പറയുന്നുണ്ടോ അവരാണ് ഈ നാടിൻ്റെ സാംസ്കാരികമായ മതമൈത്രിക്ക് അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പോയാൽ കേരളം പോലെ ആവില്ല മറ്റൊരു നാടും എന്നത് വാസ്തവമാണ്. പക്ഷേ ആ കേരളം പോലും ബാക്കി ഉണ്ടാവില്ല എന്നുള്ളതാണ്. ബിഷപ്പുമാരൊക്കെ പറയുന്നുണ്ടല്ലോ, ഇത് കേരളമല്ലല്ലോ എന്ന് പറയുന്നുണ്ടല്ലോ. ആ കേരളമല്ലല്ലോ എന്ന് പറയുന്നതിലുണ്ട് എല്ലാം. അത് എല്ലാ പിതാക്കന്മാരും മനസ്സിലാക്കിയാൽ നന്ന് എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. നിങ്ങൾ പറഞ്ഞതുപോലെ ആദ്യം തേടി വന്നത് അവർ ആരെയാണ്? ആദ്യം തേടി വന്നത് നമ്മളെ അല്ലാത്തത് കൊണ്ട് നമ്മൾ ശബ്ദിക്കാതിരിക്കുന്നു എന്ന നിലയാകരുത്. ഇപ്പോൾ തേടി വരുന്നത് അവർ മുസ്ലിങ്ങളെയാണ്, നാളെ തേടി വരാൻ പോകുന്നത് ക്രിസ്ത്യാനികളെയാണ്, അത് കഴിഞ്ഞാൽ തേടി വരാൻ പോകുന്നത് ഹിന്ദു ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ. അങ്ങനെ ഓരോരുത്തരെയായിട്ട് അവർ തേടി വരുമെന്ന് മാത്രമാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതത്ര ബുദ്ധിമുട്ടുള്ള പാഠമല്ല പിതാവ് എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് നിലവിൽ പാമ്പ്ലാനി പിതാവ് മാത്രമാണ്. മറ്റു സഭാ നേതാക്കളൊക്കെ ഇതേപോലെ പ്രതികരണങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഇത് അതിരുകവിഞ്ഞ പ്രതികരണമായി പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രത്യേകിച്ച് ഗോവിന്ദച്ചാമിയുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള സഭയുടെ പ്രതികരണം അത്യന്തം അപലപനീയമാണ് എന്നാണ് എൻ്റെ ടേക്ക്. Meet the editors.